ഈശ്വര, ആ പെണ്ണും അവളുടെ ആന്റി എന്നെ കണ്ട എല്ലാം തകരൂലോ. എന്താ നീ ഇറങ്ങുന്നില്ലേ? ഇല്ല, ഞാനിവിടെ ഇരുന്നോളാം. ഇത് എന്ത് പറ്റി നിനക്ക്? പെണ്ണ് കാണിക്കാനും കെട്ടിക്കാനും പോണത് വിനയാ, എന്നിട്ട് ഇത്രയും വിമ്മട്ട് ഇവനല്ലല്ലോ. എനിക്കുണ്ട്. അത് പെണ്ണ് കണ്ടു കഴിയുമ്പോ മാറിക്കോളും. ഇങ്ങോട്ട് ഇറങ്ങിക്കേ. അയ്യോ, പാൻറ്റേറി ഇനി വരാൻ പറ്റില്ല കണ്ട. അത് ഞാൻ ശരിയാക്കി തരാം. ഇപ്പൊ പ്രസിഡന്റ് തീർന്നല്ലോ. തീർന്നു. എന്നാ വാ. ഒരു മിനിറ്റ്, ഞാനൊന്ന് വിരൂപനായിക്കോട്ടെ. എനിക്ക് ഇവനേക്കാൾ ഇത്തിരി ഗ്ലാമർ കൂടുതലുണ്ടല്ലോ, അത് കുറയട്ടെ. അല്ലെ ഈ പെണ്ണ് എന്നെ മതി എന്ന് പറയും. ഇതെന്ത് കോല? ബാംഗ്ലൂർ ഫാഷനാ. കണ്ടിട്ട് പേടിയാവുന്നു. അച്ഛാ, അവരെത്തി. നോക്കിയിരിക്കുകയായിരുന്നു. വരണം. നമസ്കാരം കുറുപ്പേ. നമസ്കാരം. ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. ഇതെന്റെ മൂത്ത മോൻ പ്രതാപൻ, KFC മാനേജരാ. ഇത് മോള് ശാരദ, പെണ്ണിന്റെ അമ്മ. ഇത് രണ്ടാമത്തെ മോൻ, SI സെലക്ഷൻ കഴിഞ്ഞ് നിൽക്കുക. ഇനി ഞാൻ പരിചയപ്പെടുത്താം. ഇതെന്റെ ഒരേ ഒരു മകൻ ചെക്കൻ. ഇത് രുക്മണി, എന്റെ ഒരേ ഒരു ഭാര്യ. ഇതേതാ ഈ ഒരേ ഒരു വേഷം? ഇവന്റെ ഒരേ ഒരു കൂട്ടുകാരൻ. ഞാൻ ചെറുപ്പം മുതലേ ഇങ്ങനെയാ. ജനിച്ചപ്പോഴേ ഉണ്ടായിരുന്നോ കൂളിംഗ് ഗ്ലാസ്? വിളിക്കുന്നു. അവിടെ ചെന്ന് നിൽക്കാൻ എനിക്ക് വയ്യ. പറ്റില്ല എന്ന് പറഞ്ഞ് ഉടക്കണ്ടാട്ടോ. എല്ലാവർക്കും സംശയം ഉണ്ടാവും. അറിഞ്ഞാൽ ഇനി ബാംഗ്ലൂർ കണി കാണാൻ പറ്റുമെന്ന് കരുതണ്ട. ഇത് മുടക്കാൻ നമുക്ക് എന്തെങ്കിലും ഒരു വഴി കാണാം. സമാധാനായിട്ട് ചെല്ലേ. റെഡി ആയില്ലേ മോളെ? കിട്ടുമെന്ന് വിചാരിച്ചല്ല, ഒരു പ്രതീക്ഷയില്ല. ഞാനും വിചാരിച്ചില്ല. ഇല്ലല്ല, കൈമടക്കൊന്നും കൊടുത്തിട്ടില്ല, ഒന്നും കൊടുത്തിട്ടില്ല. കല്യാണം കഴിഞ്ഞ് മോടെ പഠിത്തം തുടരുന്നോ അതോ വീട്ടമ്മയായിട്ടിരിക്കാൻ പോകുന്നു? അതൊക്കെ കല്യാണത്തിന് ശേഷം ചെക്കന്റെ ഇഷ്ടം പോലെ. എടാ, പെണ്ണ് വരാൻ സമയേ, എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞാടാ. മാർഗമുണ്ട്. പെണ്ണ് നാണം കുടുങ്ങിയ ഒരു വരവ് എന്ന ചായ തന്നിട്ട് പോകും. അത് കഴിഞ്ഞ് ഫോർമാലിറ്റിക്ക് വേണ്ടി കാരണവന്മാര് ചോദിക്കും, നിങ്ങൾക്ക് തമ്മിൽ എന്തെങ്കിലും സംസാരിക്കാനുണ്ടെന്ന്. അപ്പൊ നീ എന്ത് പറയും? എനിക്കൊന്നും പറയാനില്ലെന്ന്. ഓ തൊലഞ്ഞി. നിനക്ക് സംസാരിക്കാനുണ്ടെന്ന് പറയണം. എന്നിട്ട് ഈ പറഞ്ഞു തരണ പോലെ അങ്ങ് കാച്ചേക്കണം. ഞാനൊരു പെണ്ണുമായി പ്രേമത്തിലാണ്. കുട്ടി ദയവ് ചെയ്ത് പിന്മാറണം. അത് ഞാൻ ഏറ്റു. വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടങ്ങ് പറയാം. എങ്ങനെയാ തുടങ്ങിയത്, എവിടെ വെച്ചാന്നൊക്കെ. അയ്യോ, നീ അത്രക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയണ്ട. ഞാൻ പറഞ്ഞു തന്ന ഒരേ ഒരു സെന്റൻസ് ഗ്രാമർ മിസ്റ്റേക്ക് കൂടാതെ അങ്ങോട്ട് പറഞ്ഞാൽ മതി. അല്ലാതെ നീ ആരാണ് എന്താണെന്നൊന്നും പറയണ്ട. മനസ്സിലായോ? എടാ, നീ നോക്കണില്ലേ? കണ്ടു. കുട്ടി ചായ ടീപ്പോൾ വെക്കൂ. നീയും കാണുന്നില്ലേ? ഞാൻ എന്നെ കണ്ടതാ. എന്താ നിന്റെ ശബ്ദത്തിനൊരു മാറ്റം? തൊണ്ടയിൽ കിച്ച് കിച്ചാണ്. മോളകത്തേക്ക് പൊക്കോളൂ. എന്നാലിനി കാര്യത്തിലേക്ക് കടക്കും. അതിനു മുമ്പ് കുട്ടികൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ. എനിക്ക് സംസാരിക്കണം. ഇവരിച്ചിരി ആക്രാന്തം കൂടിയോ? അവൻ കൊച്ചു പയ്യനല്ലേ. എണീറ്റ് പോടാ. ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊന്നും സംസാരിക്കാനില്ല. വന്നത് നല്ല ആലോചനയാ. ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരാൾക്ക് വേണ്ടി നീ ഇത് വേണ്ടെന്ന് വെക്കണോ? കണ്ടും സംസാരിച്ചും ജാതകം നോക്കിയൊക്കെ നടത്തുന്ന എത്രയോ ബന്ധങ്ങൾ തകരുന്നു. ഇത് മുജ്ജന്മ ബന്ധ. അതാ ഒരിക്കൽ പോലും നേരിൽ കാണാത്ത ഞങ്ങളുടെ മനസ്സുകൾ ഇത്രയും അടുത്തത്. എനിക്കിനി വേറൊരാളെ സങ്കല്പിക്കാൻ പോലും കഴിയില്ല. അപ്പൊ പിന്നെ മനസ്സിൽ ഇഷ്ടപ്പെട്ട ആളോടൊപ്പം ജീവിക്കുന്നതല്ലേ നല്ലത്? നിന്റെ ജീവിതം നീ തന്നെ തെരഞ്ഞെടുക്കുന്ന ഓർമ്മ വേണം. അതിന്റെ നല്ലതും ചീത്തയും സ്വയം അനുഭവിക്കേണ്ടി വരും. എല്ലാം അറിയാം. നീ ഇതൊന്നും മുടക്കിത്താ. ഞാൻ നോക്കിയിട്ട് ഒറ്റ വഴിയെ കാണുന്നുള്ളൂ. നീ സത്യം തുറന്നു പറ. പെണ്ണ് മറ്റൊരുത്തനുമായി സ്നേഹത്തിലാണെന്നറിഞ്ഞ ഏത് ചെറുപ്പക്കാരനും പിന്മാറും. ശരിയാ, പക്ഷെ എനിക്ക് വയ്യ ഇതൊക്കെ വിവരിക്കാൻ. കുട്ടി വളരെ സുന്ദരിയാണ്, സുശീലയാണ്. ആര് കണ്ടാലും ഇഷ്ടപ്പെടുകയും ചെയ്യും. എന്നെക്കാൾ നല്ലൊരു ബന്ധം കുട്ടി കിട്ടുകയും ചെയ്യും. ഞാൻ പപ്പിയല്ല. നേരിട്ട് പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് പപ്പി പറയാൻ ഏൽപ്പിച്ചതാ എന്നെ. അവൾ ഒരാളുമായിട്ട് ഇഷ്ടത്തില. അത് ഈ വീട്ടിൽ ആർക്കും അറിഞ്ഞൂടാ. അതുകൊണ്ട് ദയവ് ഇത് പിന്മാറണം. ഞാനിത് അങ്ങോട്ട് പറയായിരുന്നതാ. ഇതേപോലെ ഒരു കേസിലാണ് ഞാനും പെട്ടേക്കണേ. താങ്ക് യു സോ മച്ച്. മുറ്റത്തൊരു പന്തലിട്ട് ഇവിടെ തന്നെ നടത്താനാ തീരുമാനിച്ചേക്കണം. അനികുട്ടി ഒന്നേ വന്നേ.
ഇപ്പൊ കല്യാണം വേണ്ട വേണ്ട എന്ന് പറഞ്ഞവനാ ഇത്ര സന്തോഷത്തിൽ വരണത്. നമുക്കിതങ്ങ് ഉറപ്പിക്കാം. എന്താ? ഉറപ്പിക്കാം. നിനക്കെന്താ എത്ര സന്തോഷം? എനിക്കിഷ്ടായടാ. നല്ല പെണ്ണ്, നല്ല സ്വഭാവം. അവള് പറഞ്ഞിട്ട് വേറൊരുത്തേ വന്നത്. എന്താ പറഞ്ഞെന്നറിയോ? ഞാൻ പിന്മാറണമെന്ന്. ആ, അവൾക്കൊരു പ്രേമുണ്ടെന്ന് അങ്ങനെ പറഞ്ഞോ? പറഞ്ഞടാ. അപ്പോ ആ ബന്ധം സ്ട്രോങ് ആണ്. ആരോടാണ് പ്രേമം എന്ന് പറഞ്ഞോ? അയ്യോ ഇല്ല, ചോദിച്ചില്ല. ആ, ചോദിക്കാതിരുന്നത് നന്നായി. ഇനി നീ ഞെട്ടുന്നൊരു കാര്യം പറയട്ടെ. ഈ പെണ്ണിന്റെ പേര് നിന്റെ കക്ഷിയുടെ പപ്പിന്ന്. ഉം, എന്തായാലും അടവേറ്റു. ഇനി അച്ഛനോട് പറഞ്ഞ് ഈ കല്യാണം മുടക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അത് മതി. നീ എന്താ അസംബന്ധമായി പറയണേ? ആ പെണ്ണിന് വേറെ പ്രേമുണ്ടെന്നോ? ഉം, അതെ. എനിക്കിത് വിശ്വസിക്കാൻ പറ്റണില്ല. അതെ അച്ഛാ, ആ പെണ്ണ് എന്നോട് പറഞ്ഞതായിരുന്നു പിന്മാറണമെന്ന്. ശ്ശോ, കഷ്ടം. അവളുടെ പരിങ്ങിലും മുഖഭാവമൊക്കെ കണ്ടപ്പോ തന്നെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു എന്തോ ഒരു ചുറ്റിക്കളി ഉണ്ടെന്ന്. അത്തരത്തിലുള്ള ഒരു പെണ്ണിനെ കെട്ടേണ്ട ഗതിയടി കൊച്ചുറുപ്പിനുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. ആകെ നാണക്കേടായി. അല്ലെങ്കിൽ തന്നെ എല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് നമ്മുടെ മോക്ക് എന്തിനാ ഇങ്ങനെ ഒരു ബന്ധം? ജാതകം ചേർന്നപ്പോ പിന്നെ കൂടുതലൊന്നും അന്വേഷിക്കാൻ പോയില്ല. അതാ തെറ്റായത്. തറവാട്ടി പറഞ്ഞവരാണെന്ന് കരുതിയിട്ടാ ഞാൻ ഈ കല്യാണം ആലോചിച്ചേ. പക്ഷേ മറ്റൊരുത്തിയെ പ്രേമിച്ചുകൊണ്ട് നടക്കണവനെ എന്റെ കൊച്ചുമോളെ തലയിൽ കെട്ടിവെക്കാന്ന് വിചാരിച്ചെങ്കിൽ അയാൾക്ക് തെറ്റി. എന്തായാലും എനിക്ക് ആ കാരണം വരെ ഒന്ന് നേരിൽ കാണണം. എന്നിട്ട് 10 വർത്തമാനം അയാളുടെ മുഖത്ത് നോക്കി ചോദിച്ചാലേ എനിക്ക് സമാധാനാവും. നാലു പേരോട് അഭിമാനത്തോടെ പറയത്തക്കവണ്ണം നല്ലൊരു തറവാട്ടി പിറന്നവനാ ഞാൻ. അതിനേക്കാൾ ഒരു പടി മുന്നിലാ ഞാൻ. എന്നിട്ടും താൻ തന്റെ മോനൊരു ലൈൻ ഉണ്ടെന്നുള്ള കാര്യം മറച്ചു വെച്ചു. ലൈനിന്റെ കാര്യം എന്റെ മോന്റെ തലയിൽ വെച്ച് കെട്ടാൻ നോക്കണോട് വാരേ. ലൈൻ ഉള്ളത് നിങ്ങളുടെ കൊച്ചുമോൾക്കാ. ലൈൻ അടുപ്പിക്കാതെയോ ഞാൻ അവളെ വളർത്തിയത് കുറുപ്പേ. എന്നിട്ടാണോ പിന്മാറണമെന്ന് പറഞ്ഞ് നിങ്ങളുടെ കൊച്ചുമോൾ എന്റെ മോന്റെ കാല് പിടിച്ചത്? അത് തന്റെ മോൻ എന്റെ മോളോട് പറഞ്ഞതല്ലേ? മാറ്റി പറയുന്നത് തറവാടെടുത്തിട്ട് ചേർന്നതല്ല. ഉം? ഈ ലൈൻ കഥ നിങ്ങളോട് പറഞ്ഞതാരാ? എന്റെ കൊച്ചുമോള്. നിങ്ങളോടോ? എന്റെ മോൻ. ഇതിലെന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ. ഉണ്ട്, ഇപ്പൊ മനസ്സിലായി. ഇത് അവരുടെ അടവാ. അവരെ തമ്മിൽ സംസാരിപ്പിച്ചതാണ് കുഴപ്പമായത് അല്ലേ വാര്യേട്ടാ? കറക്റ്റ്. ഇപ്പൊ കല്യാണം വേണ്ട, ഇപ്പൊ കല്യാണം വേണ്ട എന്ന് അവൻ എപ്പോഴും പറയായിരുന്നു. പഠിക്കണം, ഇനിയും പഠിക്കണം എന്ന് അവളും പറയായിരുന്നു. ഇനി നമ്മൾ അവരോടൊന്നും സംസാരിക്കുന്നില്ല. ഇല്ല. എന്നാ നമ്മൾ ഇത് അങ്ങോട്ട് ഉറപ്പിക്കുന്നു. ഓക്കെ. ഓക്കെ. മണിക്കുട്ടനെ കുറിച്ച് എപ്പോഴും പറയും, വാ തോരാതെ. ഒരു പെണ്ണിനെ സ്നേഹിച്ചാൽ മാത്രം പോരാ, അവളെ സ്വന്തമാക്കാനുള്ള കുറുക്ക് വഴിയും കണ്ടെത്തണം. അസാധ്യമായി ഒന്നുമില്ല എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. രണ്ടുപേർക്കും ഒരിക്കൽ കൂടി ഒളിച്ചോടാനുള്ള അവസരം കിട്ടിയ ബാംഗ്ലൂർക്ക് സ്വാഗതം. കേട്ടാ? അയ്യോ വേനിച്ചോ? ഇല്ല. ആ ഓക്കെ. എടാ എന്നാ ഞാൻ നീ ഇങ്ങനെ ധൃതി പിടിച്ചാ എങ്ങനെയാ? എനിക്കും കൂടെ അങ്ങോട്ട് വരണമെന്നുണ്ട്. അവളെ കാണാൻ അല്ലേ? നിന്റെ കയ്യിൽ അവളുടെ നമ്പർ ഉണ്ടല്ലോ, ഇവിടുന്നാലും ട്രൈ ചെയ്യാലോ. എടാ ഞാൻ ട്രൈ ചെയ്തിട്ടാണോ? അവിടെ ആരും ഫോൺ എടുക്കുന്നില്ല. എന്റെ വീട്ടിലെ നമ്പർ അവളുടെ കയ്യിലുണ്ടല്ലോ, ഒന്ന് വിളിച്ചാൽ ഇവിടുത്തെ നമ്പർ കൊടുക്കൂലേ? അതൊന്നും പ്രതീക്ഷിക്കണ്ടടാ, കൂടുതൽ ദുഃഖിക്കേണ്ടി വരും. ഇനി വേറെ നല്ല ആലോചന വന്നാ അത് മുടക്കാതെ അവളെ കെട്ടി സുഖമായി ജീവിക്കാൻ നോക്ക്. ഞാൻ പോയിക്കോട്ടെ. കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് പോവാടാ. ഞാൻ എന്തിനാ ഇവിടെ വന്നത്? നിന്റെ കല്യാണം മുടക്കാൻ. അത് മുടക്കി എന്റെ ജോലിയും തീർന്നു. ഇനി ഞാനിവിടെ നിന്നിട്ട് എന്താ കാര്യം? വീട്ടിൽ ചെന്ന് ഡാഡിയും മമ്മിയും ഒന്ന് വിളിക്കണം. ഞാൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ച വിവരം അവരെ അറിയിക്കണം. പറ്റുമെങ്കിൽ അവരെ വരുത്തണം. എന്റെ പപ്പയെ കൊണ്ടേ കാണിക്കണം. എന്ത് റിസ്ക് എടുത്തിട്ടാണെങ്കിലും അവളെ കൊണ്ട് സമ്മതിപ്പിക്കണം. 100 കാര്യങ്ങളടാ. അച്ഛൻ വന്നിട്ട് പോവാടാ. അതിന് നിന്റെ അച്ഛൻ അവരെ തല്ലാൻ പോയിരിക്കല്ലേ? തല്ലി പിരിഞ്ഞൊക്കെ വരുമ്പോ നേരം വൈകും. നീ അമ്മയെ വിളിക്കും, ഞാൻ യാത്ര പറയട്ടെ. അച്ഛൻ വന്നു.